ഈ ഉച്ചകഴിഞ്ഞ സമയവും നിങ്ങളുടെ കാതുകളിൽ സന്ദേശവുമായി എത്തിക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ ആ സ്നേഹവും കരുണയും ഉള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള മനുഷ്യന്റെ ഓട്ടത്തിനിടയിൽ ഏത് രാജ്യത്ത് പോയാലാണ് രക്ഷപ്പെടുക, എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക എന്നുള്ള ചിന്തയിൽ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ രക്ഷ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം എന്നുള്ളത് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. ഒരിക്കൽ കാരാഗ്രഹ പ്രമാണി പൗലോസിനോടും ശീലാസിനോടും രക്ഷ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള ഒരു വചനമുണ്ട്. ഈ സമയവും അത് തന്നെയാണ് ഞാനും വിളിച്ചു പറയുന്നത്. കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകളെ കളിയാക്കി നിന്ദിക്കുകയും കല്ലെറിയിച്ച ഒരാളായിരുന്നു ഞാനും. പണമുണ്ടാക്കുന്ന മാർഗമെന്നും ഒരു പണിയുമില്ലാത്ത പ്രവർത്തനമാണ് ഇങ്ങനെ കടന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് എന്നുള്ള ചിന്തയിൽ ഏറ്റവും അധികമായി നിന്ദിച്ചിരുന്ന ആളായിരുന്നു. എന്നാൽ സത്യം അറിയുകയും സത്യങ്ങൾ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്നാണ് തിരുവഴുത്ത് പറയുന്നത്. എന്താണ് സത്യമെന്നറിയാതെ, ആരാണ് സത്യമെന്നറിയാതെ, ആരാണ് ദൈവമെന്നറിയാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ യേശുക്രിസ്തു അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ പോകാൻ കഴിയില്ല എന്ന് യേശു തന്റെ വാമൊഴിയിൽ പറയുന്നതായി ഒരു വചനം നമ്മുടെ മധ്യയുണ്ട്. ഇപ്പൊ പിതാവിന്റെ അടുക്കൽ നേരിട്ട് പോകാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എങ്ങനെയാണ്? നല്ല പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ, നല്ല ദാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിതാവിന്റെ അടുക്കൽ പോകാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന പഠിപ്പിക്കുന്ന ഒരുപാട് ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഞാനും ഈ സന്ദേശം ഇവിടെ വിളിച്ചറിയിക്കുന്നത്. ഈ ഭൂമിയിൽ നാം എന്തെല്ലാം നല്ല പ്രവൃത്തികൾ ചെയ്താലും സ്വർഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിതാവിന്റെ അടുക്കൽ പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. ഞങ്ങളുടെയൊക്കെ ജീവിതം ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ പഠിപ്പിലാണ് ജീവിതമായിരുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്താണ് സമാധാനമെന്നും ഞങ്ങൾ വലിച്ചു തള്ളുന്ന കഞ്ചാവിനകത്താണ് സന്തോഷമെന്നും പറഞ്ഞുകൊണ്ടും രസിച്ചുകൊണ്ട് ജീവിച്ചൊരു ജീവിതമായിരുന്നു. ഞങ്ങളെ വിടുവിക്കാൻ ഒന്നിനും കഴിയാതെ വന്നപ്പോൾ, ഞങ്ങളെ രക്ഷിക്കുവാൻ ഒന്നിനും കഴിയാതെ വന്നപ്പോൾ ഞങ്ങളെ തേടി വന്ന സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും തെരുവോരങ്ങളും വിളിച്ചു പറയുന്നത്, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ രക്ഷ പ്രാപിക്കുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമമാണ്. അതെ, മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമമാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമം. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാമം പാടും, യേശു മാത്രം കർത്താവ് എന്ന്. അപ്പൊ നിത്യമായൊരു ജീവനിലേക്ക് നാം പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് എല്ലാ മനുഷ്യനും അറിയാം. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ പാപിയാണ് എന്നുള്ളത്. എന്നാൽ പാപത്തിന് പരിഹാരം കാണുവാൻ എന്ത് ചെയ്യണമെന്നത് വിശുദ്ധ വേദപുസ്തകവും മാത്രമേ പറയുന്നുള്ളൂ. ചില ആളുകൾ പാപത്തെ മാറ്റുവാൻ അനാഥാലയങ്ങളിൽ ആഹാരം കൊടുക്കുന്നതായി നമുക്കറിയാൻ കഴിയുന്നതാണ്. ചില ആളുകൾ ആശുപത്രിയിൽ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ താൻ ഇതുവരെയുമായി ചെയ്ത സകല പാപത്തെ മാറ്റുവാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നാം എന്തെല്ലാം ചെയ്താലും മനുഷ്യന്റെ പാപത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ രക്തശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ കൊണ്ടുപോയി നമ്മുടെ രക്തത്തെ മാറ്റിക്കൊണ്ട് പുതിയ രക്തം കയറ്റിയാൽ പിന്നെ ഈ പാപത്തിന്റെ രക്തത്തിലാണ് നാം പിന്നെയും ജീവിക്കുന്നത്. നാം പാപമില്ലാത്തവനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവുമൊക്കെ നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ കഴുകപ്പെടാത്ത ഒരു മനുഷ്യന്റെ പാപത്തെ മാറ്റാൻ കഴിയുകയില്ല എന്നുള്ള സത്യ സന്ദേശമാണ് ഉച്ച കഴിഞ്ഞ സമയം നിങ്ങളുടെ കാതുകൾ മുഴുകി കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തന്നിരിക്കുന്ന ആത്മാവിന്റെ വില ഒരു ലോകത്തേക്കാൾ വലുതാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം ചോദിക്കുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനമെന്ന്. ആത്മാവിന്റെ വില അറിയാതെ മനുഷ്യൻ തമ്മിൽ കൊലപാതകം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ ആത്മാവിന്റെ വില ദൈവം വിട്ടിരിക്കുന്നത് മുഴുവൻ ലോകത്തേക്കാൾ വലുതാണ്. എന്തുകൊണ്ടാണ് ആത്മാവിന് ഇത്ര അധികമായി വില വരുവാൻ കാരണമാക്കിയിരിക്കുന്നത്? ആദ്യ മനുഷ്യനായ ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു. എന്നാൽ ദൈവത്തെക്കാൾ അല്പം താഴ്ത്തിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തപ്പോൾ
ദൈവത്തിന് അകന്നു പോകേണ്ടവന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവത്തിന് ശബ്ദമോ ദൈവത്തിന് സന്ദേശമോ കേൾക്കാതെ ഇന്നും മറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് പരസ്യമായ ശുശ്രൂഷകൾ നിങ്ങളുടെ വീടുകളിലെ വാതിൽക്കൽ വന്ന് വിളിച്ചറിയിക്കുമ്പോൾ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്ന വാരെങ്കിൽ എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ കിട്ടുന്ന അവരുടെ കൂടെ അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കുമെന്നുള്ള ദൈവികമായ സന്ദേശത്തിന്റെ ആ ഒരിക്കൽ കൂടി ഉറപ്പു നൽകുന്ന ഒന്നാണ് ഈ വചനം. അതെ, അകന്നുപോയ മനുഷ്യനെ തേടി 2000 വർഷങ്ങൾക്ക് മുമ്പേ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നമുക്ക് വേണ്ടി പാപത്തിലായിരിക്കും നമ്മെ വിടിവിക്കുവാൻ സ്വർഗത്തിന് സകലമൊക്കെ വേണ്ടി ഇറങ്ങി വന്ന ഈ കർത്താവ് യാഗമായി തീരുകയും എന്നാൽ കല്ലറയെ ഭരിച്ചുകൊണ്ട് 3 നാൾ പുറത്തു വന്ന് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു പറഞ്ഞു പോയിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വരാനിരിക്കുന്ന യാസന വേളയിൽ ഈ സുവിശേഷം ഏറ്റെടുത്തുകൊണ്ട് നിത്യരക്ഷകനായ ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങുകയെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം വിരുദ്ധ സന്ദേശമായ സുവിശേഷ സന്ദേശങ്ങൾ എന്റെ ജീവിതത്തിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ രോഗത്തിനൊരു മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒന്നിനെ വിനിയോഗിക്കാൻ കഴിയാതെ വന്നപ്പോൾ മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന ജീവിതത്തിലേക്ക് ഈ സന്ദേശമാണ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും സൗഖ്യം നൽകുവാനും ഇടവരുത്തിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ വഴിയോരങ്ങളിലും തെരുവോരം നിന്ന് യേശുക്രിസ്തുവിന്റെ വരവിനെ ഘോഷിക്കുവാൻ കാരണം. തന്നിരിക്കുന്ന ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് കണ്ട് ജീവിക്കുമ്പോൾ, ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിച്ചെന്ന് ചിന്തിച്ച് ജീവിക്കുമ്പോൾ, ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് തീർന്നു പോകുന്നതല്ല മനുഷ്യന്റെ ജീവിതം. വിശുദ്ധ പുസ്തകം എബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 9-ാം 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നുള്ള തിരുവചനമുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ മരണം എന്നത് ഈ ഭൂമിയിലെ മരണമാണ്. അതിനുശേഷം പിന്നീട് നിത്യമായ 2ാം ജീവിതവും 2ാം മരണവും കാത്തിരിക്കുന്നതിനാൽ ആ 2ാം മരണത്തിലേക്ക് ഒരു മനുഷ്യൻ പോലും ചെന്നെത്തല്ല എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. ഇതുപോലുള്ള പരസ്യ ശുശ്രൂഷകൾ നിങ്ങൾ പിന്നെയും കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ സന്ദേശത്തെ ഏറ്റെടുത്തുകൊണ്ട് നിത്യരക്ഷകനെ കൊണ്ട് വസിക്കുവാൻ മടങ്ങി വരുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾക്ക് ആഹ്വാനം ചെയ്യുവാനുള്ളത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ച് ആ സ്നേഹമാണ് ഞാൻ ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. ആ സ്നേഹത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് മടങ്ങി വരുവാൻ കിട്ടുന്ന സമയം നാം വൃതമാക്കി കളയരുത്. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ വാടിപ്പോകുന്ന ഈ ആയുസ് ഏറിയാൽ 70 വർഷക്കാലം തന്നിരിക്കുമ്പോൾ ഈ 80 വർഷക്കാലം ഇവിടെ ജീവിച്ചുകൊണ്ട് സമൃദ്ധിയെ ജീവിച്ച് എന്ന് കണ്ടുകൊണ്ട് ഓടുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് കഴിഞ്ഞ നിസാരമായ ഈ കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തോട് കൂടെ വാസത്തിലേക്കാണ്. അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിന് മോചനം പ്രാപിക്കണം. അതെ, യേശുവിന്റെ രക്തത്തിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് രക്തശുദ്ധീകരണം നടത്തിക്കൊണ്ട് പാപമോചനം പ്രാപിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വരവിനെ ഘോഷിക്കുവാൻ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ, ഒരു വിടുതലാക്കി മാറ്റുവാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അടുത്ത മകലമായി ശ്രദ്ധിച്ച എല്ലാവരും നന്ദിയും സ്നേഹത്തിൽ ഞാൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.